മുതിർന്ന മാധ്യമപ്രവർത്തകൻ സി എം ജയചന്ദ്രൻ കൂടി ചേരുകയാണ്. സി എം ജയചന്ദ്രൻ, ഒരുപക്ഷെ ലീഗ് എന്താണ് എന്നുള്ളത് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ്. മതനിരപേക്ഷതയുടെ മുഖംമൂടി അണിയുകയും മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുടെ തലച്ചോറെടുത്ത് വെക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് ലീഗ് എന്നൊരിക്കൽ കൂടി അടിവരയിട്ട് പറയേണ്ടി വരുന്നുണ്ട്. ഇവിടെ ജനീഷ് കുമാർ എന്ന് പറയുന്ന കോന്നിയിലെ MLA ക്ക് വിരുന്നൊരുക്കിയതിന്റെ പേരിൽ നടപടിയെടുത്തിരിക്കുന്നു ലീഗിന്റെ മണ്ഡലം ഭാരവാഹിക്കെതിരെ. എങ്ങനെ വിലയിരുത്തുന്നു ഈ ലീഗിന്റെ ഇരട്ടത്താപ്പിനെ, ഈ മത വർഗീയ നിലപാടിനെ കുറിച്ച്? ഇത് ഇങ്ങനെ സംഭവിക്കുന്ന സാധാരണഗതിയിൽ ഇങ്ങനെ സംഭവിക്കുന്നതല്ല സിജു. കാരണം ഇഫ്താർ വിരുന്ന ലീഗ് നേതാക്കൾ പൊതുവിൽ എത്രയോ കാലമായി നടത്തിയത് നമ്മൾ കാണുന്നതാണ്. അപ്പൊ അതിലൊക്കെ നമ്മളെ പോലുള്ളവരെ അടക്കം വിളിച്ചാണ് അവർ നടത്തുന്നത്. പല ജില്ലകളിലും അങ്ങനെ ചെയ്യാറ് നടത്താറുമുണ്ട്. പക്ഷെ ഇതിപ്പോ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കുന്നത്. മതനിരപേക്ഷ സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണല്ലോ നമ്മളെല്ലാവരും. അപ്പോൾ ലീഗിന്റെയും സ്വഭാവം ലീഗിന്റെ വ്യക്തിത്വം അങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി കൂടിയാണ് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുകയും അതിൽ മറ്റുള്ള എല്ലാ സമുദായത്തിൽപ്പെട്ട ആൾക്കാരെയും വിളിച്ചത് ചെയ്യുന്നത്. അത് അവർ ആഘോഷിക്കുന്ന ഒരു പരിപാടിയായിട്ട് തന്നെയാണ് ഞാനിത് മനസ്സിലാക്കിയിട്ടുള്ളത്. കേരളീയ പൊതുസമൂഹം അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുമ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിന്റെ പിന്നിൽ യാതൊരു സംശയം വേണ്ട, ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിം ലീഗിനെ ജമാഅത്തെ ഇസ്ലാമി ആശയപരമായി മാത്രമേ നേരത്തെ ഹൈജാക്ക് ചെയ്തിരുന്നുള്ളൂ. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗിനെ ഹൈജാക്ക് ചെയ്തു എന്ന് തന്നെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുക. ഈ അവസ്ഥക്കെതിരെ കൃത്യമായ ചെറുപ്പുനിൽപ്പല്ല, പ്രതിരോധമല്ല, നടപടികൾ തന്നെ മതനിരപേക്ഷ സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായി നമ്മൾ അവർക്ക് നൽകേണ്ടുന്ന പാഠം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വളരെ നന്ദി സി എം ജയചന്ദ്രൻ ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിന്. ഒരുപക്ഷെ കേരളത്തിലെ മതനിരപേക്ഷ സമൂഹം ഞെട്ടിപ്പോകുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് കോന്നിയിൽ നിന്ന് വരുന്നത്. കോന്നി MLA ജനീഷ് കുമാറിന് പെരുന്നാൾ ദിനത്തിൽ വിരുന്നൊരുക്കിയതിന്റെ പേരിൽ മുസ്ലിം ലീഗ് നേതാവിനെതിരെ ലീഗ് നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് നടപടിയെടുത്തിരിക്കുന്നു എന്നുള്ള വലിയ വാർത്തയാണ്, ഞെട്ടിക്കുന്ന വാർത്തയാണ് കോന്നിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്.